അപ്പം എല്ലാം കൂടി ഒരു 6.5 lakhs ആയി, 6.7 lakhs-നകത്ത് എക്സോസ്റ്റിന്റെ പ്രൈസ് വന്നിട്ടുണ്ട്. ഓക്കെ. നിന്ന് പോകുന്ന ഇഷ്യൂ, വണ്ടി സ്റ്റോപ്പായി പോകുന്ന ഇഷ്യൂ? വണ്ടി സ്റ്റോപ്പ് ആവില്ല. നമ്മൾ ട്രാഫിക്കിൽ നമ്മൾ സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ വണ്ടി നമ്മളെ കൊല്ലും, ഹീറ്റ് തന്നെ കൊല്ലും. അല്ല, 2 കാലം ലിറ്ററലി യു വിൽ ഫീൽ ലൈക്ക് ഇങ്ങനെ ബാബിക്യൂ എന്നുള്ളൊരു സീൻ നമുക്ക് പറയേണ്ടി വരും. ട്രാഫിക്കിലൊക്കെ ഉള്ള അൺവാണ്ടഡ് ത്രോട്ട് ഒക്കെ ഒഴിവാക്കിയേ പറ്റും. അയ്യോ, അത് ചിന്തിക്കാൻ വേണ്ട അതിനെ പറ്റി വന്ന് ട്രാഫിക്കിൽ നിൽക്കുമ്പോഴത്തേക്ക്. വെൽക്കം ഗൈസ്, വെൽക്കം ബാക്ക് ടു റൈഡോഗ്രാം സ്റ്റോറീസ്. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ഫൺപ്ലെക്സിൽ തന്നെയാണ്. ആക്ച്വലി നമ്മൾ മുമ്പ് ഒരു വീഡിയോയുടെ കണ്ടിന്യൂറ്റിയാണ് ഇന്നത്തെ വീഡിയോ. സോ നമ്മുടെ ഡയവലിൻ്റെ കണ്ടിന്യൂറ്റി അന്ന് നമ്മൾ പറഞ്ഞിട്ട് നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു വണ്ടിയെ നമ്മൾ ഇന്ന് നമ്മുടെ ചാനലിലോട്ട് കൊണ്ടുവരുന്നു. സോ ടുഡേ ഈസ് ദ ഡേ. സോ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ പുതിയ 2021 മോഡൽ V4S ആണ്. ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ഓണർഷിപ്പ് റിവ്യൂ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ ആനന്ദ് ബ്രോ നമ്മളെ കൂടെ വേണ്ടി നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. ആനന്ദ് ബ്രോ, വെൽക്കം അഗെയിൻ ടു റൈഡോഗ്രാം സ്റ്റോറീസ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മോട്ടോർ സൈക്കിളാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. അതായത് V4S 2021 മോഡൽ V4S ആണ്. അത് മാത്രമല്ല എസ്പെഷ്യലി ഇന്ത്യാസ് ഫസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? ഐ തിങ്ക് സോ. ഇറങ്ങിയപ്പോഴത്തേക്ക് 2021 മോഡൽ ആദ്യത്തെ വണ്ടിയാരും തോന്നുന്നു, ആരും ഡെലിവറി ചെയ്ത് കണ്ടിട്ടില്ല. അപ്പോൾ എനിവേ നമുക്ക് നമ്മുടെ വണ്ടിയുടെ വീഡിയോയിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ബ്രോ, അപ്പോൾ നമുക്ക് ബാക്ക് ടു ദ സ്റ്റോറി. കാരണം ഡയവൽ നമുക്ക് ക്രൂസർ മാത്രം അനുവദിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ഡയവൽ ഓൺ ചെയ്തു. അതിനുശേഷം എങ്ങനെയാണ് ഒരു സ്പോർട്സ് ബൈക്കിലോട്ടുള്ളൊരു കൺവിൻസിങ്, അതും V4 പോലെ ഒരു സ്പോർട്സ് ബൈക്കിലോട്ടുള്ളൊരു കൺവിൻസ് ചെയ്തു? V4 കൺവിൻസിങ് ഇറ്റ് വാസ് ഹാർഡ്. പക്ഷേ ആദ്യം V4 വന്നത് ഞാൻ പറയാം. ഓക്കെ. ഞാൻ ഡയവൽ എടുക്കുമ്പോഴത്തേക്കും ഡയവലിൻ്റെ ഡെലിവറി സമയത്താണ് V4 ഫസ്റ്റായിട്ട് ഇനിഷ്യലി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അന്ന് ഇതിൻ്റെ മറ്റേ ചെറിയ ബ്രോഷറും കാര്യങ്ങളൊക്കെ ഡുക്കാറ്റിയിലുണ്ട്. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോ വിളിച്ചത് ഞാൻ വിഷ്ണു എനിക്ക് കാണിച്ചു തന്നിട്ടത് ഇതാണ് ഡുക്കാറ്റിയുടെ അടുത്ത വണ്ടി, എനിക്ക് സാധനം വരാൻ പോകുന്ന പവർ ബോംബാന്നൊക്കെ പറഞ്ഞ് ഇതിനെപ്പറ്റിയൊക്കെ പുകഴ്ത്തിയടിച്ച്. അപ്പം 2 മോഡൽ V4S രണ്ടും കാണിച്ചു, ഡീറ്റെയിൽസും വ്യത്യാസമൊക്കെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നത് നമ്മൾ കൊല്ലത്തുള്ള അജ്ഞാനിക്ക് ആദ്യത്തെ വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ ബ്രോ ആദ്യത്തെ വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫെബ്രുവരിയിൽ എന്തോ ആണ് ഡയവൽ എടുക്കുന്നത്, ഏപ്രിലോ ജൂണിലോ എന്തോ വണ്ടി വരും, ഫസ്റ്റ് വണ്ടി ബുക്ക് ചെയ്തേക്കുക പുള്ളി എന്ന് പറഞ്ഞ് ഭയങ്കര ഹൈപ്പാണ് വണ്ടിക്ക്. അപ്പം ഓക്കെ എന്നുള്ള രീതിയിൽ ഞാനും അങ്ങ് വിട്ടു പോയി. കാരണം നമുക്ക് ക്രൂസർ ആണല്ലോ അന്ന് മുഖ്യം. ഞാനന്ന് ഓവർ ഹൈപ്പിലാണ്, എൻ്റെ ഡയവൽ വന്നതിൻ്റെ സന്തോഷത്തിൽ ഞാനായിരിക്കും. അപ്പം എനിക്കൊന്നും കേൾക്കാനുള്ള ഒരു ഇതില്ല, മാനസികാവസ്ഥയല്ല. അപ്പം ഞാൻ മോർ ദാൻ ഹാപ്പി എക്സൈറ്റഡ് എന്നുള്ളൊരു സീനിലാണ് ഞാൻ നിൽക്കുന്നത്. അത് കഴിഞ്ഞു ഡയവൽ എടുത്ത് കുറേ കഴിഞ്ഞപ്പം അജ്ഞാനിക്ക് വണ്ടി എടുത്തിട്ട് കുറേ നാൾ കഴിഞ്ഞ് ഞങ്ങൾ ടോർക്കിൻ്റെ റൈഡ് വർക്കല പോയപ്പോൾ അജ്ഞാനിക്ക് അവിടെ വന്നു, വർക്കല വന്നു. അപ്പം ഈ മിർസ ബ്രോ അവരൊക്കെ എടുക്കുന്ന കമ്പനി ആയതുകൊണ്ട് അന്ന് പുള്ളി അവിടെ വന്നു. അപ്പോൾ പുള്ളി യൂഷ്വലി എല്ലാ സൺഡേയും വർക്കല വരുന്ന ഒരാൾ, ബ്രേക്ക്ഫാസ്റ്റ് റൈഡ് എല്ലാ സൺഡേ റിഗാർഡ്ലെസ് എന്ത് വന്നാലും പുള്ളി ഞായറാഴ്ച രാവിലെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പുള്ളി ഒരു ഞായറാഴ്ച രാവിലെ വന്നപ്പോൾ ഞങ്ങളിവിടെ പോയി. അന്ന് V4 ഫസ്റ്റ് മോഡൽ നേരിട്ട് കണ്ടു പുള്ളിയുടെ വണ്ടി. പുള്ളി അന്ന് ഷോറൂം നടക്കുമ്പോഴേ അക്രയൊക്കെ വെച്ച് ഫുൾ സിസ്റ്റം ആക്ര വെച്ച് ഇറക്കിയത്. അപ്പം വണ്ടി കണ്ടപ്പം വണ്ടി അന്ന് കാണാനും ബീസ്റ്റ്.
നമ്മളൊക്കെ പോകുമ്പോൾ ഐ മീൻ എല്ലാ വണ്ടികളും ഉണ്ട്. നമ്മുടെ 10R ഉണ്ട്, S1000RR ഉണ്ട്, ഡയവൽ ഉണ്ട്, എല്ലാം ഉണ്ട്. ഒന്നും ഞാൻ കുറ്റം പറയില്ല. പക്ഷെ ഇത് അന്ന് കണ്ടപ്പോഴത്തേക്ക് നോർമൽ വണ്ടികളിൽ റെഡ് വന്നപ്പോഴത്തേക്ക് ഇത് അന്ന് ഒരു താരം വരുന്നത്. അതെ, എല്ലാവരും ഒന്ന് ഞെട്ടിത്തിരിച്ച് ഇങ്ങനെ നിൽക്കുമായിരുന്നു സാധനം കണ്ടപ്പോൾ. അപ്പം അന്ന് സാധനം ഓക്കെ കൊള്ളാമെന്നുള്ളൊരിത് കിട്ടി. അത് കഴിഞ്ഞ് V4 മനസ്സിലുണ്ടായിരുന്നു. ഒരിക്കലും ഒരു സൂപ്പർ സ്പോർട്ടിലോട്ട് വരും എന്നുള്ളൊരു ചിന്തയൊന്നും ഇല്ല. പിന്നെ വിചാരിച്ചു കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സാധനം മനസ്സിൽ കയറി. അപ്പം എന്തെങ്കിലും ഒരു അടുത്തൊരു അപ്ഗ്രേഡ് വരികയാണെന്നുണ്ടെങ്കിൽ V4 ഷുഡ് ബി V4 എന്നുള്ളൊരു സാധനം ഞാൻ ഫിക്സ് ചെയ്യാറുണ്ട്. വേറെ ഒന്നും എനിക്ക് അത്ര അങ്ങോട്ട് എന്നെ കൺവിൻസ് ചെയ്തിട്ടില്ല. ഞാൻ ഓടിച്ചിട്ടുമില്ല വണ്ടി അപ്പാർട്ട് ഫ്രം ദ ലുക്സ് എനിക്ക് വേറെ ഒരു ഫീലും ഇല്ല വണ്ടിയെ പറ്റി. അപ്പം അത് ആ ഒരു സാധനം മനസ്സിലുണ്ടായിരുന്നു. ഞാൻ വെയിറ്റ് ചെയ്തു, നോക്കാൻ പറഞ്ഞ് കുറേ കാലം വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ UK പോയി. ഞാൻ 2019 UK പോയി. 2019 UK പോയിട്ട് അവിടെ നിൽക്കുമ്പോഴത്തേക്കാണ് അത് ഇവിടെ നിൽക്കുമ്പോൾ V4R ഇറങ്ങി. അതായത് ഈ ഫെയറിങ്സ് വെച്ചിട്ട് V4R-ലേ ഉള്ളൂ. അപ്പോൾ V4R ഇറങ്ങി. അത് കണ്ടപ്പോഴത്തേക്ക് ഇത് കൊള്ളാം, ഇത് അടിപൊളി. പക്ഷെ അന്നത് ഭയങ്കര പ്രൈസ്ഡ് ആയിരുന്നു. 50-60 lakhs ഓൺ റോഡ് പ്രൈസ് ഉണ്ട്. അപ്പോൾ അതെന്തായാലും നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ഞാനത് വിട്ടു, ഡ്രോപ്പ് ചെയ്തു. ഞാൻ നോക്കിയിട്ടില്ല. വണ്ടി കൊള്ളാം, കാണാൻ അടിപൊളി, വണ്ടി ഇഷ്ടപ്പെട്ടു, ഒന്നും പറയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് UK പോയിട്ട് അവിടെ നിൽക്കുമ്പോഴത്തേക്കാണ് ഡുക്കാറ്റി ഇവന്റ് നടക്കുന്നതുകൊണ്ട് അതിൽ 2020 പനികാലി V4S ഈ മറ്റേ V4R-ന്റെ ഫെയറിംഗ് ഒക്കെ വെച്ച് സാധനം വന്നു. സെയിം സാധനം. അത് UK ആയിരുന്നു കണ്ടപ്പോഴത്തേക്ക് സാധനം മനസ്സിൽ പിടിച്ചു. അതെ, V4S വന്ന് അപ്പോഴത്തേക്ക് സാധനം പിടിച്ചു. അപ്പം ഞാൻ നമ്മുടെ മറ്റേ ഡുക്കാറ്റി വിഷ്ണുവിൻ്റെ ഇടയ്ക്കിടയ്ക്ക് പറയും, മോനെ ഒരു V4 അടിക്കണം, അടുത്ത V4 നോക്കണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കോൺവെർസേഷൻ ഉണ്ട്. ഇത് ഇറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ വിളിച്ചിട്ട് എനിക്ക് നോക്കണം, വണ്ടി നോക്കിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ഞാൻ UK എന്നാണ് വിളിക്കുന്നത്. അപ്പം ഞാൻ വരുമ്പോഴത്തേക്ക് ഒരെണ്ണം സെറ്റാക്കണം. അപ്പോഴത്തേക്ക് ഈ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇറക്കാം എന്നൊക്കെ പറഞ്ഞ് പുള്ളി അപ്പോഴത്തേക്ക് വണ്ടി വരത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് നവംബറിൽ അവിടെ ഒരു UK ഒരു ഇവന്റ് ഉണ്ടായിരുന്നു, മോട്ടോർ സൈക്കിൾ ലൈവ് എന്ന് പറഞ്ഞിട്ട് ഒരു മോട്ടോർ സൈക്കിൾ ഇവന്റ് ആയിരുന്നു. പ്രോപ്പർ മോട്ടോർ സൈക്കിൾ ഇവന്റ്, ഒരു എക്സിബിഷൻ പോലെ. അപ്പോൾ ഞാനന്ന് പോയി അതിന് പോയി ഡുക്കാറ്റി പവലിയനിൽ ഈ സാധനം ഇരിപ്പുണ്ട്. അതുപോലെ കണ്ട് കയറി ഇരുന്നൊക്കെ നോക്കിയപ്പോഴത്തേക്ക് I was flat out. അപ്പം തന്നെ അത് അന്ന് ഫിക്സ് ചെയ്തു, ഇത് വേണം. അതെ, 2019 നവംബറിൽ ഞാൻ സാധനം കാണുന്നു. 2020 ജാനുവരിയിൽ ഞാൻ നാട്ടിൽ വരുന്നു. അന്ന് തന്നെ ബുക്കിംഗ് കൊടുത്തു. ഞാൻ വന്ന് ജാനുവരി 2 എന്തായാലും നാട്ടിലെത്തി. അറൗണ്ട് ഒരു 15th or 16th ഞാൻ ബുക്കിംഗ് എമൗണ്ട് കൊടുത്തു. ഫസ്റ്റ് വണ്ടി എനിക്ക് വേണം. എന്നിട്ട് ഞാൻ തിരിച്ചു പോയി. ജാനുവരി ലാസ്റ്റ് ഞാൻ തിരിച്ച് UK പോയി. തിരിച്ചു പോവുകയും ചെയ്തു. ഒരു അപ്പം അന്നത്തെ ഒരു കണക്കൂട്ടിൽ വെച്ചിട്ട് ഒരു ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോഴത്തേക്ക് വണ്ടി വരും. അപ്പോഴൊന്നുകൂടെ വന്ന് ഡെലിവറി ചെയ്തിട്ട് പോകാന്നുള്ളൊരു കൺസെപ്റ്റിൽ തിരിച്ചുപോയി. തിരിച്ചങ്ങോട്ട് ചെന്ന് ഇറങ്ങിയപ്പോൾ കോവിഡായി. ലോക്ക്ഡൗൺ ആയി. മറ്റേ ഇറ്റലി പ്ലാന്റ് പൂട്ടി, തായ്ലൻഡ് ബ്ലോക്കായി, ഫുൾ UK ബ്ലോക്കായി, ഇന്ത്യ ബ്ലോക്കായി, എല്ലായിടത്തും പ്രശ്നം. ഇന്ന് വരും, നാളെ വരും, മറ്റന്നാൾ വരും എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് വാസ് എ ലോങ് പീരീഡ്. ഐ മീൻ 2020 ജാനുവരിയിൽ ഞാൻ പ്ലേസ് ചെയ്തു. ഞാൻ ഇത് ഡെലിവറി എടുക്കുന്ന 2021 ഓൾമോസ്റ്റ് an year I was waiting for this bike. അപ്പം ഒരു ലോങ് വെയിറ്റ് ആയിരുന്നു. ആരും കുറ്റം പറയാനും പറ്റില്ല, നമുക്ക് ആ സിറ്റുവേഷൻ അതായത് നമുക്കൊന്നും പറയാനും പറ്റില്ല. അങ്ങനെ ഒരു ഹ്യൂജ് വെയിറ്റ് ചെയ്ത് അവസാനം 2021 സാധനം കൈ കിട്ടി. അപ്പം അന്ന് ബ്രോയെ കൊണ്ടായിരുന്നല്ലോ, നമ്മളൊരു ഗ്രാൻഡ് ഇവന്റ് ആയിട്ട് തന്നെ വണ്ടി റിവീൽ ചെയ്തു. അന്ന് ഫസ്റ്റ് വണ്ടി അവിടെ ഒരു ബാക്കിയൊരു ചോദ്യം നിൽപ്പുണ്ട്, എങ്ങനെ കൺവിൻസ് ചെയ്തു ഫാമിലി? കൺവിൻസ് ചെയ്തൊന്നും ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ വന്നു ജനുവരിയിൽ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു ബൈക്കുണ്ട്, എനിക്ക് എടുക്കണം, ഫസ്റ്റ് വണ്ടി എനിക്ക് ഇറങ്ങണം പറഞ്ഞ് ബഹളം വെച്ചു. എന്നാലും ഞാൻ വന്ന ഒരു 1 month ബ്രേക്കിനാണ് വന്നത്. അപ്പം ആ ഒരു ടൈമിൽ കൂടുതൽ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയമില്ലായിരുന്നു. പറഞ്ഞു എടുക്കുക എന്ന് പറഞ്ഞ് ബുക്കിംഗ് കൊണ്ട് മേടിച്ചു കൊടുത്തു. കൂടുതൽ സംസാരം പറഞ്ഞില്ല. അപ്പം ഇവർക്ക് ഐ മീൻ വീട്ടുകാർക്ക് അറിയാം, പക്ഷേ ഓക്കെ എന്നുള്ളൊരു ഇത് അതിൽ ഓടിച്ചിട്ട് അത് ഓടുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം നോക്കാം. ഞാൻ പറഞ്ഞു എനിക്ക് സമയമൊന്നും കളയാനില്ല, ഫസ്റ്റ് വണ്ടി എനിക്ക് ബുക്ക് ചെയ്യണം, ഇറങ്ങുമ്പോഴത്തേക്ക് അകത്ത് വണ്ടി ഇറക്കണമെന്നൊക്കെ പറഞ്ഞ് അന്നങ്ങ് പ്ലേസ് ചെയ്തു. അവരെ മനസ്സിൽ പോയി കഴിഞ്ഞ് പിന്നെ ഓർക്കാനൊന്നും പോകുന്നില്ല, മറന്നു പോകും. അല്ലെങ്കിൽ വരുമ്പോഴത്തേക്ക് വണ്ടി കൊണ്ട് വെയിറ്റ് ചെയ്തിട്ടാണെങ്കിൽ അവസാനം അത് കൊണ്ടേ വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയായിരുന്നു നമ്മുടെ V4S പോയൊരു സ്റ്റോറി അല്ലേ?
അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഒരു കൊണ്ടുവന്ന സ്റ്റോറി, വണ്ടി എടുത്തൊരു സ്റ്റോറി ബാക്കി പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല എടുത്ത കംപ്ലീറ്റ് സ്റ്റോറി നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാൻ ഞാൻ ലിങ്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യാൻ നമ്മുടെ വണ്ടിയുടെ ഡെലിവറി വീഡിയോസും കാര്യങ്ങളൊക്കെ. ഓക്കെ ബ്രോ, അപ്പോൾ അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞത് ഫസ്റ്റ് ഇംപ്രഷൻ. കാരണം ബ്രോ പല സൂപ്പർ ബൈക്സ് യൂസ് ചെയ്തിട്ടുണ്ട്. മീൻസ് 6000 ആയിക്കോട്ടെ 10R ആയിക്കോട്ടെ, ഇഷ്ടംപോലെ വണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഒരു V4 അന്നും ഒരു ടെസ്റ്റ് ഡ്രൈവ് ആയിട്ട് അവൈലബിൾ ആയിരുന്നില്ല അല്ലേ? ഓക്കെ, സോ ഫസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് പ്ലസ് ഓണിങ് ബ്രോയുടെ വണ്ടി തന്നെയായിരുന്നു? അല്ല, ടെസ്റ്റ് ഡ്രൈവ് പ്ലസ് ഓണിങ് എൻ്റെ വണ്ടിയല്ല. ഞാൻ ആദ്യമായിട്ട് ഓടിക്കുന്ന അദ്നാനിക്കയുടെ വണ്ടി തന്നെയാണ്. ഓക്കെ, ഒരു കൊടൈക്കനാൽ റൈഡ് പോയിട്ട് ഞങ്ങൾ തിരിച്ചു വരാം. അപ്പം അന്ന് ആ സമയത്ത് അദ്നാനിക്ക അത്യാവശ്യം കമ്പനിയാണ്, അറിയാം. അപ്പം ഞങ്ങൾ മധുരയിൽ നിന്ന് വന്നിട്ട് ചെങ്കോട്ട വഴി ട്രിവാൻഡ്രം വരാം. ബാക്കിയുള്ളവർ നമ്മുടെ ഹൈവേ വഴി കന്യാകുമാരി ആ റോഡ് തിരുനെൽവേലി വഴി വന്നു. ഞങ്ങൾ ചെങ്കോട്ട വഴി കയറി അതുവഴി വന്നു. ഞാനും അദ്നാനിക്കാൻ വേറെ 1-2 പേരുണ്ടായിരുന്നു. അപ്പോൾ ആ റോഡ് കയറിയപ്പം ഞാൻ ചോദിച്ചു, അതിനൊക്കെ ഞാൻ ഒന്ന് ഓടിച്ചോട്ടെ എന്ന് ചോദിച്ചു. പുള്ളിയുടെ വണ്ടി നീ ഓടിക്കുന്നു പറഞ്ഞിട്ട് ഞാൻ കയറി ഇരുന്ന് ഓടിച്ചു. കുറച്ചേ ഓടിച്ചിട്ടുള്ളൂ. പക്ഷേ അന്ന് ലിറ്ററലി ഒരു 10-15 കിലോമീറ്റേഴ്സ് ഓടിച്ചു. അപ്പോൾ സാധനം അതാണ് ആകെ ഓടിച്ചുള്ള എക്സ്പീരിയൻസ് ഈ വണ്ടി. പക്ഷെ അതിൽ തന്നെ ഞാൻ ഫ്ലാറ്റായി. അതെ, അത് ആ ഓടിച്ചപ്പോൾ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫാക്ടർ എൻ്റെ ക്വിക്ക് ഷിഫ്റ്റർ. ഓക്കെ, ഇറ്റ് വാസ് ലൈക്ക് ബ്രില്യൻ്റ്, ബട്ടർ സ്മൂത്ത് ആയിരുന്നു സാധനം. ക്വിക്ക് ഷിഫ്റ്ററും പുള്ളിയിലെ നിന്ന് അക്രയുണ്ട്. അപ്പം ഓരോ ഷിഫ്റ്റിലും മറ്റേ ടപ്പ് 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 പൊട്ടലൂടെ ഉണ്ടായിരുന്നപ്പോൾ അത് നമ്മളെ ഹരം പിടിപ്പിക്കുന്ന ഒരു സാധനം. അത് കേട്ടുകൊണ്ടാണ് ഇപ്പോൾ അത് ഹരം പിടിപ്പിക്കുന്ന ഒരു സാധനമായിരുന്നു. അപ്പോൾ അതിൽ അന്ന് ഫ്ലാറ്റ് ഔട്ടായി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ 10R ഓടിച്ചിട്ടുണ്ട്, 1000R ഓടിച്ചു. അതൊന്നും മോശമൊന്നുമല്ല. പക്ഷെ എനിക്കെന്തോ ഇതിൽ കിട്ടിയ ഞാൻ ഡുക്കാറ്റിയുടെ ഒരു L2 ഞാൻ റഫ് സാധനം ഞാൻ യൂസ്ഡ് ആയിരുന്നു. അപ്പം ഇതിലോട്ട് വന്നപ്പോഴത്തേക്ക് എനിക്കത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പം നോർമലി ഇൻലൈൻ ഓടിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഇത് കയറി കഴിഞ്ഞാൽ ഇത് ഭയങ്കര വൈബ്രേഷൻ തോന്നുമായിരിക്കാം. ഞാൻ ഡയവൽ ഓടിച്ച് എനിക്ക് ആ വൈബ്രേഷനിൽ ഇരിക്കുന്നുണ്ട്. എനിക്കതൊരു പ്രശ്നമില്ലായിരുന്നു. എനിക്ക് ഇതിൻ്റെ പവർ ഫാക്ടേഴ്സ് ആയിരുന്നു ഇഷ്ടപ്പെട്ടത്. അത് ഒന്നും പറയില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ വണ്ടി എടുത്തു V4S ബ്രോ ഓൺ ചെയ്തതിന് ശേഷം എന്തായിരുന്നു ഫസ്റ്റ് ഇംപ്രഷൻസ്? അപ്പോൾ ഞാനെന്നീ അദ്നാനിക്കയുടെ വണ്ടി ഓടിക്കുന്നത് എനിക്ക് തോന്നുന്നു 2018 തന്നെയാണ്. 2018 ലാസ്റ്റ്, അതാണ് 2019 ആദ്യം എന്താണ് അദ്നാനിക്കയുടെ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ സാധനം ഓടിച്ചിട്ടേ ഇല്ല. അപ്പം ഈ കോവിഡൊക്കെ വന്ന സമയത്ത് തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഈ BS6 റൂൾസ് വന്നു. അപ്പം അദ്നാനിക്കയുടെ വണ്ടി BS4 ആയിരുന്നു, ഇത് BS6 ആണ്. അപ്പോൾ ആ ഒരു എൻജിൻ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു ഡിലേ എടുക്കാൻ നേരത്ത് വന്നിട്ടുണ്ട്. BS6 കൂടെ ആയപ്പോഴത്തേക്ക് അങ്ങനെ ലോകത്തെങ്ങും വേറെ Euro 5 റെഗുലേഷൻസ് ആയില്ല, ഇവിടെ മാത്രം BS6 വന്നു. അപ്പോൾ അവരതിനു വേണ്ടി പ്രൊഡക്ഷൻ ചെയ്യത്തില്ല. അപ്പോൾ എല്ലായിടത്തും Euro 5 വന്നതിന് ശേഷമാണ് വണ്ടി വന്നത്. അപ്പം വണ്ടി ഇനിഷ്യലി എടുത്തു. ഞാൻ നമ്മുടെ ട്രിവാൻഡ്രത്തെ ഇവന്റ് അന്നാണ് ഞാനും വണ്ടി നേരിട്ട് വന്നത്. അതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. അതെ, അപ്പം വണ്ടി ഷോറൂമിൽ തന്നെ അവരെടുത്തു. എന്നിട്ട് അവർ ട്രിവാൻഡ്രം കൊണ്ടുവരുമ്പോൾ ഞാനും വണ്ടി വരുന്നത്. വണ്ടി സ്റ്റാർട്ട് ചെയ്തു, നോക്കി കൊള്ളാം. മറ്റേ സ്റ്റോക്ക് എക്സോസ്റ്റ് ഒക്കെ ആയിരുന്നു അന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ദിവസം രാവിലെ ഒരു ഷൂട്ടിന് ഞാൻ വണ്ടി എടുത്ത് പോയി. അന്ന് അതെ, സ്റ്റോറി മെഷീനായിട്ട് ഒരു ഷൂട്ടിന് പോയായിരുന്നു. അന്നാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ വണ്ടി ഓടിച്ചപ്പോൾ എനിക്ക് ഇനിഷ്യലി തോന്നിയൊരു സാധനം, വണ്ടി കുറച്ചൊന്ന് റിഫൈൻഡ് ആയി. ഓക്കെ, നമ്മുടെ റോഡ്സിന് നമ്മുടെ ഇവിടുത്തെ റോഡ് കണ്ടീഷൻസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വണ്ടി ഒന്ന് സെറ്റിലായി. അതെ, BS4 അതായത് ഇനിഷ്യലി ഈ V4 എന്തൊക്കെ അവർക്ക് ആ ഒരു പ്രശ്നങ്ങൾ, ഈ റൈഡേഴ്സിൻ്റെ അടുത്ത് ഒരു ഫീഡ്ബാക്ക് എടുത്തിട്ട് എന്തൊക്കെയായിരുന്നു ഏറ്റവും കൂടുതൽ അവർക്ക് പ്രശ്നം തോന്നിയിട്ടുള്ള സാധനം, അതെല്ലാം അവരൊന്ന് പോളിഷ് ചെയ്ത് ഒന്നുകൂടെ വൃത്തിയാക്കി ഒരു ഇച്ചിരി റിഫൈൻഡ് ആയിട്ടുള്ള ഒരു സാധനമായിട്ട് ഇറക്കി. ഓക്കെ, അപ്പം ഇനിഷ്യലി എടുത്തപ്പോൾ എനിക്കും തോന്നിയതാണ് വണ്ടി കുറച്ചുകൂടെ ഒന്ന് റിലാക്സ്ഡ് ആയി, കൊള്ളാം, സ്മൂത്ത് ആയി എന്നും പറഞ്ഞ് ഇൻലൈൻ 4 കണക്ക് സ്മൂത്ത് അല്ല, അങ്ങനെ പ്രതീക്ഷിക്കരുത്. ഡുക്കാറ്റിക്കകത്തുള്ള ഒരു സ്മൂത്ത്നെസ്സെ പറ്റി പറയുന്നത്, ഇറ്റാലിയൻ ബ്യൂട്ടി എന്നുള്ള രീതിയിൽ. അതെ, ഓക്കെ, അങ്ങനെ കുറച്ചുകൂടെ സ്മൂത്ത് ആയി. എസ്പെഷ്യലി ഡുക്കാറ്റിയുടെ കാര്യം പറയുമ്പോൾ, എസ്പെഷ്യലി V4ൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് വണ്ടി റെഡി ഫോർ സംതിങ് എന്നുള്ളൊരു ഫീലിലാണ് വണ്ടി എപ്പോഴും ഓൾവേസ് നിൽക്കുന്നത്. സോ നമ്മുടെ ഈ ഒരു ബ്രോ ഇപ്പോൾ അത്യാവശ്യം യൂസ് ചെയ്യുന്നു. ബ്രോ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല ബ്രോ ഇത് ഗരാജിൽ വെക്കുന്നതായിട്ട്. ബ്രോ ഓൾമോസ്റ്റ് എപ്പോൾ കിട്ടുന്ന ഫ്രീ ആകുമ്പോൾ വണ്ടി ഓൺ ചെയ്ത് ഓടിക്കുന്നുണ്ട്. സോ എങ്ങനെയുണ്ട് നമ്മുടെ ഒരു നോർമൽ കണ്ടീഷനിൽ വണ്ടിയുടെ ഒരു ഓടിക്കുന്നതോ ഒരു സിറ്റി യൂസ് ആൻഡ് നോർമൽ യൂസ് ആൻഡ് ഹൈവേസ്? ഞാൻ എടുത്തിട്ട് ഒരു 1-2 ആഴ്ച കഴിയുമ്പോൾ ഞാൻ പോണ്ടിച്ചേരി പോയി വണ്ടിയായിട്ട്. ഓക്കെ, ഞാനും ഡയവലും എൻ്റെ നിഞ്ച ഉണ്ട്, ഞങ്ങൾ 3 ഫ്രണ്ട്സായിട്ട് ഞങ്ങൾ 3 വണ്ടിയായിട്ട് അങ്ങ് പോയി. അന്ന് വണ്ടി സ്റ്റോക്ക് കണ്ടീഷൻ, ബോൺ സ്റ്റോക്കാണ്, ഒന്നും ചെയ്തിട്ടില്ല. വണ്ടി ഹൈവേസിൽ കൈ കൊടുത്തു കഴിഞ്ഞാൽ അന്യായ പവറാണ്. പക്ഷേ എനിക്കതിൽ ഏറ്റവും എന്നെ അട്രാക്ട് ചെയ്തൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5th ഗിയറിൽ 6th ഗിയറിൽ നമുക്കൊരു 80-100 ക്രൂസ് ചെയ്ത് പോയപ്പോൾ, ഓക്കെ, അത് ടു ബി ഫ്രാങ്ക് ഡയവലിൽ കിട്ടത്തില്ല. അത്ര റിഫൈൻഡ് ആയെന്ന് വേണമെങ്കിൽ പറയും ഈ സാധനം. ഇപ്പോൾ
ഇത് അദ്നാനിക്കയുടെ വണ്ടിയിലും കിട്ടത്തില്ല. പുള്ളിയുടെ വണ്ടിയും പുള്ളി ഇപ്പോൾ റീസെൻ്റ്ലി ഇത് ഓടിച്ചായിരുന്നു. പുള്ളി ഓടിച്ചിട്ട് പുള്ളി പറഞ്ഞത് പുള്ളിയുടെ വണ്ടി ഭയങ്കര ഹൈപ്പറാണ്. അത് വേറെ മൂടാണ്. അത് നമ്മളെ പേടിപ്പിക്കുക വണ്ടി. അതിൽ കയറിയിരുന്നു കഴിഞ്ഞാൽ ആ വണ്ടി നമ്മളെ പേടിപ്പിക്കും. കാരണം അത്ര ഹൈപ്പറും ഭയങ്കര പെർഫോമൻസ് ആ വണ്ടി. ഇത് കുറച്ചൊന്ന് സെറ്റിലായി, കുറച്ചൊന്ന് റിഫൈൻഡ് ആയി. അതെ, നമ്മളെ ഹൈവേസിൽ കയറിയിട്ട് ഞാൻ ഇവിടുന്ന് പോണ്ടിച്ചേരി സ്ട്രേറ്റ് ഓടിച്ചു പോയി. അത്യാവശ്യം നല്ലൊരു റൈഡായിരുന്നു. അതായിരുന്നു ഫസ്റ്റ് ഇംപ്രഷൻ. ഞാൻ ബ്രേക്കിംഗ് ചെയ്യാൻ വേണ്ടി പോയതാണ് വണ്ടി. നമ്മുടെ ഈ റോഡിൽ ഓടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ഫീൽ കിട്ടത്തില്ല എന്നുള്ളതുകൊണ്ട് അതിനു വേണ്ടി പോയതാണ്. എന്താണെന്ന് എൻജോയ് ചെയ്യാൻ. അതെ, എൻജോയ് ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പം അങ്ങനെ പോയപ്പോഴത്തേക്ക് അന്നാണ് ആ വണ്ടിയുടെ ഫീൽ കറക്റ്റ് കിട്ടിയത്. ആദ്യമായിട്ട് V4 ആയിട്ട് ലോങ് പോകുന്ന ഒന്നാണ്. ഈ എഞ്ചിനുമായിട്ട് യൂസ്ഡ് ആവുന്ന ഒന്നാണ്. ഈ പൊസിഷന് വേണ്ടി യൂസ്ഡ് ആവുന്ന ഒന്നാണ്. ഞാൻ ഡയവലിന്റെ പൊസിഷനിൽ നിന്ന് നേരെ ഇതിലോട്ട് വരുന്ന ആ സമയത്താണ് ഇത്രയും ലോങ് പോകുന്ന അതിനകത്ത് ആദ്യം. അതെ, അപ്പോൾ ആ പൊസിഷനുമായിട്ട് യൂസ്ഡ്. എനിക്ക് അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നത് പ്രശ്നമാവുക. ഞാൻ ഓടിക്കുകയോ വണ്ടി ഡയവലിൻ്റെ അത് എൻ്റെ 2-3 ഫ്രണ്ട്സും ചോദിച്ചിട്ടുണ്ട്, നീ ഇത്രയും റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ പോയിട്ട് പെട്ടെന്ന് ഈ ഒരു പൊസിഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ നീ അത് എൻജോയ് ചെയ്യുമോ? ആ പേടി എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ ഐ വാസ് മോർ ദാൻ ഓക്കെ. നല്ല രസമായിരുന്നു ഓടിച്ചു പോയിട്ട്. എൻജിൻ കുറച്ചുകൂടെ ഒന്ന് റിഫൈൻഡ് ആയിട്ടുണ്ട്. അത് നമുക്ക് പ്രത്യക്ഷത്തിൽ ഫീൽ ചെയ്യും. ഓടിക്കുമ്പോൾ തന്നെ ആ സാധനം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റൈഡിന് ഒരു ഡിസ്കംഫർട്ട് ഒന്നും വലുതായിട്ട് ഒന്നുമില്ല, ഒരു കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾ അങ്ങറ്റം വരെ പോണ്ടിച്ചേരി വരെ എൻജോയ് ചെയ്ത് പോയി. ഞങ്ങൾക്ക് ആകെ കിട്ടിയൊരു പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഞങ്ങൾ പോണ്ടിച്ചേരി സിറ്റിക്കകത്ത് കയറിയപ്പോൾ ലേറ്റായി പോയി. ഒരു വഴി തെറ്റി ഒരു ചെറിയ സിറ്റിക്കകത്തൂടെ കയറിപ്പോയി. അപ്പോഴേ സാധനം ഹീറ്റായി, ഒരിച്ചിരി ഇഷ്യൂസായി. അതേ ഉള്ളായിരുന്നു. അപ്പോൾ ഞാൻ ചോദിക്കാൻ നടത്താണ്, ഒരു സിറ്റി യൂസിൽ എസ്പെഷ്യലി നല്ലൊരു ഹൈ റവിങ് എഞ്ചിനാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഹീറ്റ് പ്രൊഡ്യൂസ്, കാരണം ഡുക്കാറ്റിയുടെ ഒരു കാറ്റഗറിയിൽ ഏറ്റവും നല്ല ഹീറ്റ് ഔട്ട് ചെയ്യുന്ന ഒരു വണ്ടിയാണത്. അതെ, അപ്പോൾ അതെങ്ങനെയാണ് ഒരു സിറ്റി യൂസിൽ? കാരണം ബ്രോ ഓൾറെഡി ആർട്ടിങ്ങിൽ നമ്മുടെ ഒരുപാട് സ്പോർട്സ് റോഡൊക്കെ ഉള്ളൊരു സ്ഥലത്തും കൂടെയാണ്. അപ്പോൾ എങ്ങനെയാണ് വണ്ടിയുടെ ആ ഒരു ഇംപ്രഷൻ? സിറ്റി യൂസിൽ ഹീറ്റുണ്ട്. ഹീറ്റില്ലെന്ന് പറഞ്ഞാൽ കള്ളമായി, ഇപ്പോൾ അതുകൊണ്ട് ഹീറ്റുണ്ട്. ഓക്കെ, പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം വണ്ടി ഇച്ചിരിയെങ്കിലും മൂവിങ് ആണെന്നുണ്ടെങ്കിൽ മാനേജബിൾ ആണ്. സ്റ്റക്കായി കഴിഞ്ഞാൽ പെട്ടു. സിഗ്നലല്ല, ടൈറ്റ് ട്രാഫിക്കിനകത്ത് നമ്മൾ നിന്ന് പോയി കഴിഞ്ഞാൽ പണിയാണ്. പിന്നെ നമ്മൾ 2 കാലം ഇങ്ങനെ പൊക്കിയൊക്കെ നിൽക്കേണ്ടി വരും. അൺവാണ്ടഡ് ത്രോട്ടൊക്കെ ഒഴിവാക്കിയേ പറ്റും. അയ്യോ, അത് ചിന്തിക്കാൻ വേണ്ട അതിനെ പറ്റി വന്ന് ട്രാഫിക്കിൽ നിൽക്കുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഹീറ്റ് ആവും. ട്രാഫിക്സിൽ വണ്ടി റണ്ണിങ് ആണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഓക്കെ, ട്രാഫിക്ക് സ്റ്റക്കായി സിറ്റി യൂസിൽ. ഇപ്പോൾ സിറ്റി യൂസിലാണെങ്കിൽ നമ്മൾ വണ്ടി മൂവിങ് ആണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നം വരില്ല. ഹീറ്റ് ഉണ്ടാവും, സാധാരണ ബൈക്കിനെക്കാട്ടി ഹീറ്റ് ഉണ്ട്. പക്ഷേ ഈ സിറ്റി ട്രാഫിക്കിനകത്ത് വണ്ടി നിന്നും കൂടെ പോയി കഴിഞ്ഞാൽ തീർന്നു. ഓക്കെ, പിന്നെ സഹിക്കാൻ പറ്റില്ല. ബട്ട് നിന്ന് പോകുന്ന ഇഷ്യൂ, വണ്ടി സ്റ്റോപ്പായി പോകുന്ന ഇഷ്യൂ. വണ്ടി സ്റ്റോപ്പ് ആവില്ല. നമ്മൾ ട്രാഫിക്കിൽ നമ്മൾ സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ വണ്ടി നമ്മളെ കൊല്ലും. ഹീറ്റ് തന്നെ കൊല്ലും. അല്ല, 2 കാലം ലിറ്ററലി യൂൽ ഫീൽ ലൈക്ക് ഇങ്ങനെ ബാധിക്കും എന്നുള്ളൊരു സീൻ നമുക്ക് പറയേണ്ടി വരും. ഓക്കെ, അല്ലാതെ ഇച്ചിരിയെങ്കിലും മൂവിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വണ്ടി ഓക്കെയാണ്. മാനേജബിൾ ഹീറ്റാണ്. ഹീറ്റ് ഇല്ല എന്നല്ല, ഹീറ്റ് ഉണ്ട്, മാനേജബിൾ ആണ്. അതെ, അപ്പോൾ അതാണ് വണ്ടിയുടെ നമ്മളൊരു റൈഡ് ഫീലും കാര്യങ്ങളും. പിന്നെ ഹാൻഡ്ലിങ്ങിനെ പറ്റി ഞാൻ എന്തായാലും ഞാൻ ചോദിക്കുകയാണ്, ഹൗ അബൌട്ട് ദ ഹാൻഡ്ലിംഗ്? കാരണം ഡയവൽ പോലെ ഒരു ക്രൂസറിൽ നിന്ന് ഈ ഒരു വണ്ടിയിലോട്ട് വന്നപ്പോൾ ഹാൻഡ്ലിങ്ങിന്റെ ഒരു ഡിഫറൻസ്. ഹാൻഡ്ലിംഗ് നല്ല വ്യത്യാസമുണ്ട്. ഡയവലിന്റെ പൊസിഷൻ ഇരിക്കുമ്പോൾ ഉള്ള ഒരു കോൺഫിഡൻസ് അത് വേറൊരു ലെവലാണ്. ഇതിലിരിക്കുമ്പോൾ ഇതിന്റെ മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ ഫ്ലിക്കബിലിറ്റി തന്നെയാണ്. വണ്ടി നമ്മുടെ കയ്യിലാണ്, നമ്മൾ പറയുന്നിടത്താണ് വണ്ടി വരുന്നത്. അതിൽ 1 ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ പറയുന്ന കണക്ക് എത്ര സ്പീഡിൽ പോയാലും എത്ര സ്പീഡിലൊന്ന് കോണേഴ്സ് എടുത്താലും വണ്ടി നമ്മളെ കയ്യിൽ നിൽക്കും. ഹാൻഡ്ലിങ്, ഫ്ലിക്കബിലിറ്റി നമ്മൾ പറയുന്ന കണക്ക് ഇപ്പോൾ ട്രാഫിക്കിൽ ഫ്ലിക്ക് ചെയ്ത് പോകാനൊക്കെ അന്യായമാണ്. അതെ, വെയിറ്റ് മാനേജ്മെന്റ് ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ അതാണ് ഒരു റൈഡ് ഫീലും കാര്യങ്ങളും അല്ലേ? അപ്പോൾ ബ്രോ, നമ്മൾ വണ്ടിയുടെ ഒരു റൈഡ് ഫീൽസും കാര്യങ്ങളെ പറ്റി സംസാരിച്ചു. സോ നെക്സ്റ്റ് പാർട്ട്, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് സർവീസ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. സോ ഒരു V4 ഓൺ ചെയ്യുമ്പോൾ വണ്ടിയുടെ ഒരു സർവീസ് കോസ്റ്റ് ഒക്കെ എങ്ങനെയായിരിക്കും? ഫസ്റ്റ് സർവീസ് ഇപ്പോൾ വണ്ടിയുടെ കഴിഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ഫസ്റ്റ് സർവീസ് ഒരു 8 to 10K റേറ്റ് ആയിട്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ 19 ബ്രോയുടെ ഒരു സർവീസ് എക്സ്പീരിയൻസ് ബ്രോ ജസ്റ്റ് നല്ല തിരക്കിയിട്ടുണ്ടാവും. സർവീസ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ കറക്റ്റ് പ്രൈസ് എനിക്ക് അത്ര വലിയ ഐഡിയ ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും ഫർദർ അടുത്ത സർവീസ് കഴിയുമ്പോഴത്തേക്ക് അപ്ഡേറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും നമ്മൾ താഴെ എന്തായാലും പിൻ ചെയ്ത് അത് വെക്കുന്നുണ്ട്. കാരണം എനിക്ക് തോന്നുന്നില്ല അധികം ലേറ്റ് ആവുമെന്ന്. ലേറ്റ് ആവില്ല, ഉടനെ തന്നെ ഉണ്ടാവും. സോ അതാണ്. അപ്പോൾ സർവീസ് എക്സ്പീരിയൻസ് ബാക്ക് ടു V4, നമ്മുടെ ഡയവലിലോട്ട് വരുന്ന സമയത്ത് അവിടുത്തെ ആൾക്കാരുടെ സപ്പോർട്ട് എങ്ങനെയാണ്? അവിടുത്തെ ആൾക്കാരുടെ സപ്പോർട്ട് ഒന്നും പറയാനില്ല. ഞാൻ മോർ ദാൻ ഹാപ്പിയാണ് അവരുടെ സർവീസിലും. എന്താണ് ടെക്നീഷ്യൻസ് ഒക്കെ ആയാലും അവർ വെൽ ട്രെയിൻഡ്, വെൽ എക്വിപ്ഡ് ആണ്. നമ്മൾ എന്ത് പ്രശ്നം വിളിച്ചു പറഞ്ഞാൽ, ഈവൻ ഞാൻ യുകെന്ന് വന്ന സമയത്ത് ഇതെടുത്തിട്ടില്ല, ഡയവൽ മാത്രമല്ല. അപ്പം ബ്രേക്ക് പാഡ്സ് ഒക്കെ ലോ ആയിരുന്നു. അപ്പോൾ പുള്ളി പ്രതീക്ഷ എന്ന് പറഞ്ഞൊരു ടെക്നീഷ്യൻ ഉണ്ട്. പുള്ളി ഓൾ ദ വേ ട്രിവാൻഡ്രത്ത് വന്ന് വീട്ടിൽ വന്ന് ബ്രേക്ക് പാഡൊക്കെ മാറി തന്നിട്ട് പോയി. അവർ ഭയങ്കര ഹെൽപ്പിംഗ് ആണ്, ഭയങ്കര
സപ്പോർട്ടിങ് ആണ്. നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും അവരത് അപ്പം ടേക്കപ്പ് ചെയ്ത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ സർവീസ് സൈഡൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആണ്. അതുകൊണ്ടാണ് ഞാൻ സ്റ്റിൽ ഡുക്കാറ്റി തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന മെയിൻ ഫാക്ടറും സർവീസ് ഇഷ്യൂസ് ആണ്. സർവീസ് അവരുടെ ആ ഒരു നമുക്ക് ആ ഒരു ഷോറൂമിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീല്, ഹൗ ടു ട്രീറ്റ് ദ കസ്റ്റമർ എന്ന് പറഞ്ഞ സാധനം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സൈഡിൽ നോക്കുമ്പോൾ നമ്മൾ അത്രയും മണി സ്പെൻഡ് ചെയ്യിക്കുമ്പോൾ ഇറ്റ്സ് ജസ്റ്റ് നോട്ട് ഓൺ ദ ബൈക്ക് മാത്രം നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് ആഫ്റ്റർ സെയിൽസ് എന്ന് പറയുന്ന സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതിന് അവർ നല്ല രീതിയിൽ ടേക്കപ്പ് ചെയ്യുന്നുണ്ട്. ഐ മീൻ എൻ്റെ പേഴ്സണൽ ഇതിൽ ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ടായിട്ടില്ല. സർവീസ് മറ്റൊരു ആവശ്യത്തിന് പുറത്തോട്ട് വേണ്ടി വന്നിട്ടില്ല ഇന്ന് വരെ ഞാൻ പുറത്തു പോയിട്ടൊന്നും ചെയ്യേണ്ടി എനിക്ക് വന്നിട്ടില്ല. ഇപ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഓൾറെഡി കേൾക്കുന്നുണ്ട്, കാരണം ഡുക്കാറ്റിയുടെ ഡുക്കാറ്റി മെഷീൻസിനെ നമുക്ക് അസംബ്ലി ചെയ്യാൻ എന്ത് ചെയ്യാനുള്ള അവരുടെ ടൂൾസും കാര്യങ്ങളും അവരുടെ കയ്യിൽ മാത്രമായിരിക്കും. ഡുക്കാറ്റിയുടെ ടൂൾസ് ആണ് ഏറ്റവും വലിയ പ്രശ്നം. നേരത്തെ ഡൈവലിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ സർവീസ് ചെയ്യുമ്പോൾ അത് പ്രോപ്പർ ടെക്നീഷ്യൻ വിത്ത് പ്രോപ്പർ ടൂൾസ് അല്ലാന്നുണ്ടെങ്കിൽ അതെ പെർഫെക്റ്റ് ആവില്ല. അപ്പം ആ ഒരു ടൂൾസ് ചിലപ്പോൾ എല്ലാവരിലും കാണും, ചിലപ്പം ഈ ഇത്തിരി നല്ലതായിട്ടുള്ള ടെക്നീഷ്യൻസിലെ കാണും, ബട്ട് സ്റ്റിൽ എല്ലാവരിലും അത് കാണണമെന്നില്ല. ആ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അവരുടെ സൈഡിൽ നിന്ന് അടിപൊളിയാണ്. അപ്പോൾ അതായത് നമ്മൾ പ്രോപ്പറായിട്ടാണ് ഡുക്കാറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഒരു പ്രോപ്പർ സർവീസ് സെൻറ്റർ തന്നെയാണ്. എങ്കിലേ അത് പെർഫെക്റ്റ് ആവത്തോളെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം ബ്രോ ഇപ്പോൾ കറന്റ് ഒരു 3 years എബോവ് ആയി ഈ ഒരു ഫാമിലി തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുക. അപ്പോൾ അതാണ് നമ്മുടെ ഒരു സർവീസ് എക്സ്പീരിയൻസ് എൻ്റെ അല്ലേ. അപ്പോൾ അടുത്ത് നമ്മൾ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഒരു ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞ മേഖലയിലോട്ടാണ്. മെയിൻ്റനൻസ് പറഞ്ഞു, നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. സോ അടുത്തൊരു ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ V4 എസ്പെഷ്യലി ഡുക്കാറ്റി ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ രാജാക്കന്മാരാണ്. സോ എന്താണ് ബ്രോഡ് ഒരു വണ്ടിയിലൂടെ സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ടാവും? സേഫ്റ്റി ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം നോർമലി എല്ലാ ബൈക്സിന് വരുന്ന പോലെ തന്നെ ABS ഉണ്ട്. ഓക്കെ, അതിൽ കോർണറിങ് ABS ഉണ്ട്, ഡുക്കാറ്റി ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്, വീലി കൺട്രോൾ ഉണ്ട്. പിന്നെ അങ്ങനെ പറയാനായിട്ട് സസ്പെൻഷൻസ് നമ്മുടെ ഓയിലിൻ്റെ ഇലക്ട്രോണിക്കലി കൺട്രോൾഡ് സസ്പെൻഷൻസ് ആണ്. അപ്പം അത് നമുക്ക് അതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും, അഡാപ്റ്റീവ് ഇടാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിനനുസരിച്ച് അത് ട്യൂൺ ചെയ്യാം. നമുക്ക് കുറച്ചുകൂടെ ഈസിയാണ് കാര്യങ്ങൾ ചെയ്യാനായിട്ട്. പക്ഷെ ഒരിക്കലും നമ്മൾ ആ ഒരു മറ്റേ മാനുവൽ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ ഒരു ഫീല് ഇപ്പോൾ ട്രാക്കിലൊക്കെ ഓടിക്കുമ്പോൾ അത് കിട്ടാൻ പാടാണെന്ന് പലരും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. അതെ, നമുക്ക് നമ്മുടെ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ മാനുവലാണ് ബെറ്റർ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മുടെ റോഡ് കണ്ടീഷൻസിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ചുകൂടെ ഈസിയാണ്, നമുക്ക് ഇതിനകത്ത് തന്നെ കൺട്രോൾ ചെയ്യാം. അപ്പോൾ അതാണ് കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളും വണ്ടിയിൽ വരുന്നത്. അപ്പോൾ മറ്റൊരു ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഡൗട്ടാണ് V4 ഉം V4S തമ്മിലുള്ളൊരു ഡിഫറൻസ്. കാരണം നമുക്ക് ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത്. കാരണം ചിലപ്പോൾ ചിലർക്ക് അവരുദ്ദേശിക്കുന്ന V4 തന്നെ അവൈലബിൾ ആയിരിക്കും, ചിലപ്പോൾ ചിലരുടെ ചില ഫീച്ചേഴ്സും കാര്യങ്ങളും V4S അവൈലബിൾ. സോ എന്താണ് V4 ഉം V4S തമ്മിലുള്ള ഡിഫറൻസ്? V4 ഉം V4S തമ്മിൽ കോസ്മെറ്റിക് വ്യത്യാസങ്ങളാണ് കൂടുതലുള്ളത്. എൻജിൻ ഇസ് ദ സെയിം, പവർ ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. വരുന്ന വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് വീൽസ് വ്യത്യാസമാണ്. ഇതിൽ മാർച്ചസ്നിയുടെ ഫോർജ്ഡ് വീൽസ് ആയിരുന്നത്, മറ്റേതിൽ നോർമൽ വീൽസ് ആയിരിക്കും. പിന്നെ ബാറ്ററി വരുന്നത് ലിഥിയം അയൺ ബാറ്ററി ഇതിൽ വരുന്നുണ്ട്, മറ്റേതിൽ നോർമൽ ബാറ്ററിയാണ്. ഓക്കെ, അത് രണ്ടുമാണ് മേജർ വ്യത്യാസം. പിന്നെ ഉള്ളത് സസ്പെൻഷൻസ്, ഒലിൻസിൻ്റെ സസ്പെൻഷൻസ് ഇതിലേ ഉള്ളൂ V4S-ലായിരുന്നു, മറ്റേതിൽ നോർമൽ ഷോയുടെ സസ്പെൻഷൻസ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, നമ്മുടെ V4-ൽ അത്രയാണ് മേജർ വ്യത്യാസങ്ങൾ വരുന്നത്. അല്ലാതെ ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. അപ്പോൾ അതാണ് ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ V4 ആൻഡ് V4S. ഓക്കെ ബ്രോ, അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടിയുടെ ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിച്ചു. സോ അടുത്തൊരു ഫാക്ടർ, ഇപ്പോൾ നമുക്ക് കുറച്ച് വണ്ടികൾ മാർക്കറ്റിൽ സെയിൽസിന് വരുന്നുണ്ട്, നമ്മുടെ പഴയ BS4 വണ്ടികളെല്ലാം. സോ ഒരു സെക്കൻഡായിട്ട് അല്ലെങ്കിൽ ഈവൻ ഫ്രഷ് ആയിട്ട് തന്നെ V4 എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതുകൂടെ തന്നെ എത്തരത്തിലുള്ള റൈഡറിനായിരിക്കും ആക്ച്വലി ഈ വണ്ടി ആപ്റ്റ് ആവുന്നത്? റൈഡർ എപ്പോഴും ഇച്ചിരി എന്താ പറയുക, സൂപ്പർ സ്പോർട്ടൊക്കെ ഓടിക്കാൻ താല്പര്യമുള്ള, അതായത് ഈ പൊസിഷൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഇതെടുത്തിട്ട് കാര്യമുള്ളൂ. ഓക്കെ, അല്ലാതെ ഒരാൾ വന്ന് ചാടി കയറി V4 എന്ന് പറഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പൊസിഷൻ, ഫസ്റ്റ് ഓഫ് ഓൾ പ്രൈമറി പൊസിഷൻ ചിലപ്പം ഇഷ്ടപ്പെടത്തില്ല. ഓക്കെ, പിന്നൊന്ന് ഒബ്വിയസ്ലി എൻജിൻ. ഇപ്പം ഇൻലൈൻ 4-ൻ്റെ ആ ഒരു ക്യാരക്ടറും ആ ഒരു സൗണ്ടും ഇഷ്ടപ്പെടുന്നത്. അപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് കണ്ടിട്ടുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആ സൗണ്ടാണ് വേണ്ടത്. ഇൻലൈൻ 4-ൻ്റെ ആ ഒരു സ്വീറ്റ് സൗണ്ട്, അതിലൊരു എക്സോസ്റ്റ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സൗണ്ട്, അതാണ് എല്ലാവർക്കും. സൂപ്പർ ബൈക്ക് എന്ന് പറഞ്ഞാൽ കൺസെപ്റ്റ് അതാണ്. അപ്പം അങ്ങനെ ഒരു സാധനം ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെടത്തില്ല, കാരണം ഇത് ഇച്ചിരി കൂടെ വേറൊരു ക്യാരക്ടർ ആയതുകൊണ്ട്. അപ്പം സ്പെസിഫിക്കലി ഇങ്ങനെ ഒരു സോർട്ട് ഓഫ് ഇത് കുറച്ച് റഫാണ്. എൻജിൻ കുറച്ചുകൂടെ സൗണ്ട് അത്ര സ്വീറ്റ് അല്ല. ഇപ്പം മറ്റേ കോമൺലി പറയുന്നുണ്ടെങ്കിൽ ഇത് ട്രാക്ടർ എന്നാണ് എല്ലാവരും പറയുന്നത് കേട്ടാൽ, അതെ, ട്രാക്ടർ സൗണ്ടാണ്. അപ്പം ആ ഒരു സോർട്ട് ഓഫ് സൗണ്ടും ക്യാരക്ടറും ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ വന്ന് V4 എടുത്തിട്ട് കാര്യമുള്ളൂ. പിന്നെ ഒബ്വിയസ്ലി ആണ് നേരത്തെ പറയുന്നത് ഹീറ്റ്. ഇപ്പം കവാസാക്കിയോ അല്ലെങ്കിൽ S1000 RR ഒക്കെ പോലെ അത്ര ഹീറ്റ് കുറവുള്ള എഞ്ചിനല്ല, ഹീറ്റ് ഉണ്ട്. അത് കുറച്ചുകൂടെ റിഫൈൻഡ്, കുറച്ചുകൂടെ സ്വീറ്റാണ്. ഇത് കുറച്ചുകൂടെ എഞ്ചിൻ കുറച്ചുകൂടെ ഇതായതുകൊണ്ട് ഹീറ്റ് നല്ല രീതിയിലുണ്ടാവും. അപ്പോൾ ഒരിക്കലും ഒരു 10R
S1000 RR ഓടിച്ചിട്ട് ആ ഒരു രീതിയിൽ വന്നിട്ട് ഇതെടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഇഷ്ടപ്പെടില്ല. ഇത് കുറച്ചുകൂടെ ഓടുമ്പോൾ തന്നെ ഹീറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു കളയും. അപ്പം അത് എപ്പോഴും ഉള്ളിലുണ്ടായിരിക്കുക ആ സാധനം. ഇത് ഹീറ്റ് ഉണ്ട്, ഇതൊരു സാധനമാണ് എന്നുള്ള സാധനം മനസ്സിലുണ്ടെങ്കിൽ എടുത്താൽ ഓക്കെ ആയിരിക്കും. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള റൈഡർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടി ചൂസ് ആവുന്നത് V4 അല്ലെങ്കിൽ V4 നമ്മുടെ പ്രീവിയസ് എഞ്ചിൻ ആയിക്കോട്ടെ, എന്തെങ്കിലും കോമൺ ആയിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ളതായിട്ട്? കോമൺ ആയിട്ട് പ്രോബ്ലംസ് ഞാൻ ഇതുവരെ അങ്ങനെ ഒന്നും കേട്ടിട്ടില്ല. ഞാൻ നേരത്തെ പറയുന്നത് തന്നെ നമ്മുടെ സർവീസ് ഹിസ്റ്ററി കറക്റ്റ് ആണോ ചെക്ക് ചെയ്യാൻ. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം അത്, കാരണം പാർട്സ് ഒക്കെ മാറിയിരിക്കുന്നത്, ഇപ്പോൾ ബ്രേക്ക് പാഡ്സ് ആണെങ്കിലും എല്ലാം മാറിയിരിക്കുന്നതൊക്കെ പ്രോപ്പർ ആണോ, സർവീസ് കറക്റ്റ് ആണോ എന്ന് മാത്രം ചെക്ക് ചെയ്യാന്നുള്ളത്. പ്രോപ്പർ നമ്മളിപ്പം ഒരു ഷോറൂമിൽ കൊണ്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും എത്ര നാളായിട്ട് സർവീസ് ചെയ്തിട്ടുണ്ട്, ഇവിടെ തന്നെയാണോ ചെയ്തിട്ടുള്ളത്, പാർട്സ് കറക്റ്റ് മാറേണ്ട സമയത്ത് സാധനങ്ങൾ മാറിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കുക. അത് മാത്രമേ ഉള്ളൂ എനിക്ക് പറയാനായിട്ടില്ല. അത് വേറെ സോഫ്റ്റ്വെയർ വേറെ കംപ്ലൈൻറ്റ് ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. അതുകൊണ്ട് ഓക്കെ, നമ്മൾ നേരത്തെ ഡയവലിൻ്റെ കാര്യത്തിൽ മൈലേജ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ നമ്മൾ സംസാരിച്ചു, 12ആണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് V4 വരുമ്പോൾ നമ്മൾ ആക്ച്വലി ഇത് നോക്കേണ്ട ആവശ്യമില്ല, ബട്ട് എല്ലാവർക്കും അറിയണം എന്നൊരു ക്യൂരിയോസിറ്റി ഉണ്ട് ഫാക്ടർ. ഓൾമോസ്റ്റ് ആ ഒരു റേഞ്ച് തന്നെയാണ്, ഒരു 9-10-12 മാക്സിമം 12. അത്രയൊക്കെ ഉള്ളൂ. അതെ, ഓക്കെ. മറ്റേ ഡയവലിന്റെ 2 സിലിണ്ടർ കയറിയില്ല. അതെ, ഓക്കെ. അപ്പോൾ അതാണ് വണ്ടിയുടെ ഒരു ഓൾമോസ്റ്റ് മൈലേജ് ഫിഗേഴ്സും കാര്യങ്ങളൊക്കെ. ബ്രോ, നമ്മൾ ഡയവൽ പറഞ്ഞപ്പോൾ നമ്മൾ വളരെ മിനിമൽ ആയിട്ടുള്ള എക്സസൈസും കാര്യങ്ങളും മാത്രമേ ഇൻക്ലൂഡ്, സ്റ്റിൽ ബൈക്ക് ഇസ് എ സ്റ്റോപ്പ്. ഓക്കെ, ബട്ട് V4 വന്നപ്പോൾ ബ്രോ, എനിക്ക് ബ്രോ പറഞ്ഞത് ഞാൻ ആദ്യമായിട്ട് കണ്ട ഡിപ്പോ കാണുമ്പോൾ ഇരിക്കുന്നത് എക്സ്ട്രാ 2 സിസ്റ്റം കംപ്ലീറ്റ്ലി ഫുൾ സിസ്റ്റം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ വണ്ടിയുടെ. അതുമാത്രമല്ല അന്ന് തന്നെ നമ്മൾ ഒരുപാട് ആക്സസറീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് വണ്ടി ഇറക്കിയത്. സോ എന്തൊക്കെയാണ് വണ്ടിയിൽ എക്സ്ട്രാ ആക്സസറീസ്? ആക്സസറീസ് ഞാൻ ശരിക്കും വണ്ടി ഞാൻ പറഞ്ഞില്ല, ഞാൻ ജാനുവരിയിൽ ഇവിടുന്ന് വണ്ടി ബുക്ക് ചെയ്തിട്ട് ഞാൻ UK പോയി അവിടെ ഇരുന്നപ്പോൾ തൊട്ട് ലിറ്ററലി ഇങ്ങനെ ഓരോ സൈറ്റ് സെർച്ച് ചെയ്ത് ഓരോന്നിരുന്നത് അവിടെ ഇരുന്ന് ഓർഡർ ചെയ്ത് തുടങ്ങിയതാണ്. അപ്പം അവിടെ നിന്ന് സ്റ്റാർട്ടഡ് സ്റ്റോക്കിംഗ് സ്റ്റഫ്സ്. അപ്പം എന്നിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ എല്ലാം കൊണ്ടുവന്ന് വണ്ടി ഇറങ്ങിയപ്പോൾ തന്നെ നേരെ ഷോറൂമിൽ ഇതെല്ലാം കൊണ്ടുവച്ച് ഓൾമോസ്റ്റ് ഒരു 70-80% സാധനങ്ങൾ വെച്ചാൽ ഷോറൂമിൽ നിന്ന് ഇറക്കിയത്. അപ്പോൾ എടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തിങ് എക്സോസ്റ്റ്. ഓക്കെ, അതൊക്കെ ഇപ്പം റീസെൻ്റ്ലി ചെയ്തത്, അങ്ങനെ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ് ഫസ്റ്റ് സർവീസിന് കൊണ്ടുപോയപ്പം ചെയ്തതാണ്. അക്രപോവിച്ചിൻ്റെ ഫുൾ സിസ്റ്റം. എത്രയാണ് കോസ്റ്റ് അറൗണ്ട് ഒരു 6.5 lakhs അടുപ്പിച്ച് എക്സോസ്റ്റിന്റെ കോസ്റ്റ് വന്നിട്ടുണ്ട്. എക്സോസ്റ്റും ആ ഒരു അണ്ടർബെല്ലി പാനലും മാറണം എക്സോസ്റ്റ് വെക്കുമ്പോഴത്തേക്ക്. ഓക്കെ, ഒരു ബ്ലാക്ക് പാനൽ അല്ലേ? അല്ല, ഈ പീസ് ഫെയറിങ്ങിന്റെ. ഓക്കെ ഓക്കെ ഓക്കെ. കാരണം അവിടെ സ്റ്റോക്ക് എക്സോസ്റ്റിന്റെ ആ ഒരു കട്ട് വ്യത്യാസവും എക്സോസ്റ്റ് ഇത് വരുമ്പോഴത്തേക്ക് ആ ഒരു പൊസിഷൻ വ്യത്യാസമുണ്ട്, അതും മാറണം. അപ്പം എല്ലാം കൂടെ ഒരു 6.5 lakhs 6.7 lakhs എക്സോസ്റ്റിന്റെ പ്രൈസ് വന്നിട്ടുണ്ട്. ഓക്കെ, കൈ കൊടുക്കല്ലേ? പിന്നെ ബാക്കി ഞാൻ കാർബൺ ഫൈബർ സാധനങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്ക് മഡ്ഗാർഡും ഫ്രണ്ട് മഡ്ഗാർഡും കാർബൺ ആഡ് ചെയ്തു. വിങ്സ് കാർബൺ ചെയ്തിട്ടുണ്ട്. ടാങ്കിൽ ഈ ഒരു പീസ് കാർബൺ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് മാറിയിട്ടുണ്ട്. ടെയിൽ ടൈഡിയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ നാട്ടിലെ സിറ്റുവേഷൻസ് ഇച്ചിരി മോശമായതുകൊണ്ട് വെറുതെ വെച്ചിട്ട് വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ വെച്ചിട്ടില്ല. എപ്പോഴെങ്കിലും എല്ലാം ശരിയാണെങ്കിൽ വെച്ചിട്ടുണ്ട്. പിന്നെ മറ്റേ ഡയവലിനെ പോലെ തന്നെ ക്ലിയർ കേസ് ഞാൻ വെച്ചിട്ടുണ്ട്. അതെ, അന്ന് ഡെലിവറിക്ക് തന്നെ ഉണ്ടായിരുന്നു. പ്രൊട്ടക്ടേഴ്സ് ഫ്രെയിം സ്ലൈഡേഴ്സ് വെച്ചിട്ടില്ല. ഫ്രെയിം സ്ലൈഡേഴ്സ് വാങ്ങിച്ച് വെച്ചേക്കാണ്. പക്ഷെ അത് വെക്കണോ വേണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇല്ല. കാരണം അത് വണ്ടിയുടെ നിന്ന് കുറച്ച് പ്രൊജക്ട് ചെയ്ത് നിൽക്കുക. അപ്പോൾ അത് ലുക്സിനെ ബാധിക്കും എന്നുള്ളത് ഞാൻ ഡബിൾ മൈൻഡാണ് വെക്കണോ വേണ്ടതെന്ന്. ഫ്രണ്ട് ബാക്ക് ബോബിൻസ് വെച്ചിട്ടുണ്ട്. പിന്നെ ബബിൾ വൈസർ, പ്യൂഗിന്റെ ബബിൾ വൈസർ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു ക്രാങ്ക് കേസ് പ്രൊട്ടക്ടർ ക്രാങ്ക് കേസ് കാർബൺ പ്രൊട്ടക്ടർ വെച്ചിട്ടുണ്ട്. ഇത് ഇത്രയാണ്. പിന്നെ ഇവിടെ ടൈറ്റാനിയം നമ്മുടെ സ്വിംഗ് ആം പ്രൊട്ടക്ടർ വെച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് അപ്ഡേഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബ്രോ, നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ വണ്ടിയുടെ എല്ലാ ഇൻഫർമേഷൻസും കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഡയവലിൽ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഒരു റെഫറൻസ് വണ്ടിയെ പറ്റി എന്തെങ്കിലും ഇൻഫർമേഷൻസ് അറിയണം അല്ലെങ്കിൽ എടുക്കാൻ ആഗ്രഹമാണ്, തീർച്ചയായിട്ടും ബ്രോയെ കോൺടാക്ട് ചെയ്താൽ മതിയാവും. ഇൻസ്റ്റാഗ്രാം ഐ ഡി ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും കോൺടാക്ട് ചെയ്യാം. പിന്നെ ഈ ഡയവൽ എടുത്തപ്പോൾ തൊട്ട് ബ്രോ റൈഡിംഗ് ക്ലബ്, എസ്പെഷ്യലി ടോർക്ക് ഫാമിലിയിലെ മെമ്പർ കൂടെയാണ്. ഒരുപാട് റൈഡും കാര്യങ്ങളും ഇപ്പോൾ പുറത്തറിഞ്ഞില്ലെങ്കിൽ അവർ ഒരുപാട് നല്ല ചാരിറ്റി വർക്ക്സ് അടക്കം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നൊരു റൈഡിംഗ് ഫാമിലിയാണ്. സോ
ഇത്രയും വർഷത്തെ ഒരു 3 വർഷത്തെ ഒരു നല്ല എക്സ്പീരിയൻസ് വിത്ത് ഗുഡ് ഫാമിലി ഗ്രോ ഒക്കെ ഉണ്ട്. അതിനുശേഷം ഇപ്പോൾ നമ്മുടെ നല്ല ഒരുപാട് റൈഡേഴ്സും കാര്യങ്ങളും എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നു. പല കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ആക്ച്വലി ഹെൽമെറ്റിൽ ഗോപ്രോ വയ്ക്കുന്നത് ബാൻ ചെയ്തുകൊണ്ടൊരു ന്യൂസ് കൂടി വന്നിട്ടുണ്ട്. സോ മൊത്തത്തിൽ നമ്മുടെ അപ്കമിങ് റൈഡേഴ്സിനോട് ബ്രോക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത്? അപ്കമിങ് റൈഡേഴ്സിനോട് പറയാനുള്ളത്, ഒന്ന് നമ്മുടെ നാടിൻ്റെ റോഡ് കണ്ടീഷൻസ് എപ്പോഴും മനസ്സിലുണ്ടായിരിക്കുക. അപ്പം പതുക്കെ പോകണം നല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നാട്ടിൽ എക്സ്പെക്ട് അൺഎക്സ്പെക്റ്റഡ് എന്ന് പറയുന്നത് എനിക്ക് ഏത് നിമിഷം എന്തും കയറി വരാം. ഇപ്പോൾ ഓട്ടോ ആണെങ്കിലും വേറൊരു ബൈക്കാണെങ്കിലും അപ്പം പട്ടി വരെ ചാടാവുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പം എപ്പോഴും ബി അലേർട്ട് ഓൺ ദ റോഡ്സ്. നമ്മൾ മൈൻഡിൽ വരുന്നതിന് വെച്ചിട്ട് റോഡിൽ ഓടിച്ചു കഴിഞ്ഞാൽ അതൊരു നല്ലൊരു പ്രവണതയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതെപ്പോഴും കെയർഫുൾ ആയിരിക്കുക. പിന്നെ ഒബ്വിയസ്ലി വെയർ ഓൾ ഗിയേഴ്സ്. ഹെൽമെറ്റ് മസ്റ്റായിട്ട് ഓടിക്കുക. ഹെൽമെറ്റ് ഇല്ലാണ്ട് ഒരിക്കലും റോഡിലോട്ട് ഇറങ്ങാതിരിക്കുക. പറ്റുമെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഒരു ജാക്കറ്റും ഗ്ലൗസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വിൽ ബി മോർ സെക്യൂർ. അത് എപ്പോഴും നോക്കുക. പിന്നെ റാഷ് ഡ്രൈവിങ് കഴിവതും ഒഴിവാക്കാൻ കഴിവത് എത്ര പറയുന്നുണ്ടെങ്കിലും നമുക്ക് അത്ര പ്രാക്ടിക്കലാണ്. ചില സമയത്തൊക്കെ ഇപ്പം എനിക്കാണെങ്കിൽ ആ ഒരു പുഷ് ചെയ്യാനുള്ള ഇത് വരും. മാക്സിമം കെയർഫുള്ളായിട്ട് ചെയ്യുക, അത്രേ പറയാനുള്ളൂ. ഐസ് ഓൺ ദ റോഡ്സ് എന്ന് പറയുന്നത് എപ്പോഴും ബി അലേർട്ട് ഓൺ ദ റോഡ്സ്. നമ്മുടെ റോഡ് ആയതുകൊണ്ടാണ്. വേറെ എവിടെയാണെങ്കിലും വലിയ പ്രശ്നമില്ല. നമുക്ക് എപ്പോഴെങ്കിലും ആളെടുത്ത് ചാടാം. ഇപ്പം വല്ല പട്ടിയോ ബൈക്കോ എന്തെങ്കിലുമൊക്കെ അപ്പം നിൽക്കുന്ന നിപ്പിലായിരിക്കും എടുത്ത് ചാടി തരാം. നമ്മൾ അത്യാവശ്യം നമ്മളൊരു 70-80 വന്നാലും ഒരാൾ പെട്ടെന്ന് എടുത്ത് ചാടി കഴിഞ്ഞാൽ നമ്മുടെ മിസ്റ്റേക്ക് അല്ലെങ്കിൽ പോലും ചിലപ്പോൾ ആളുകൾ നമ്മളെ ബൈക്കുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മളെ ചിലപ്പോൾ ചീത്ത വിളിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ കെയർഫുൾ ആയിട്ട് പോകാന്നുള്ള കാര്യം പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ബ്രോയ്ക്ക് പുതിയ നമ്മുടെ ജനറേഷനോട് സംസാരിക്കണം. ഓക്കെ ബ്രോ, അപ്പോൾ എന്തായാലും എനിവേ താങ്ക് യു ബ്രോ വന്നതിനും നമ്മളെ 2 വണ്ടിയുടെ റിവ്യൂ നമുക്ക് ചെയ്യാൻ പറ്റിയതിനും. കാരണം എനിക്കറിയാം ബ്രോ ഒരുപാട് ബിസിയും തിരക്കിനിടയിലാണ് വന്ന ടൈം കണ്ടെത്തിയിട്ട്. അപ്പോൾ എനിവേ താങ്ക് യു ഫോർ വൺസ് അഗൈൻ. താങ്ക്സ് ഫോർ ഹാവിങ് മീ ബ്രോ. ഞാൻ ബ്രോയുടെ വീഡിയോസൊക്കെ കാണാറുണ്ട്. എന്തായാലും നല്ല രീതിയിൽ കയറി വരുന്നുണ്ട്. ഓരോരോ വീഡിയോസിലും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഓരോ ചെറിയ മിസ്റ്റേക്സ്. എന്തുണ്ടെങ്കിലും ഓരോ വീഡിയോ ഒന്ന് റിഫൈൻ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇറ്റ്സ് എ ഗുഡ് തിങ്. കയറി വരട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ബ്രോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ. ഇപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഒരുപാട് പേര് ചോദിച്ചൊരു വണ്ടിയാണ് നമ്മുടെ V4. അപ്പോൾ നമ്മൾ V4S തന്നെ ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും വണ്ടിയുടെ വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിലേക്ക് കൊടുക്കുക. എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്ത് നമ്മൾ വണ്ടിയുടെ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, ടേക്ക് കെയർ ഗൈസ്.